ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. അതുവരെ ചില റീലുകളിലൂടെയും യാത്രകളിലെ വിവരങ്ങളിലൂടെയൊക്കെ ആയിരുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരുന്നത്. ഇപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്കും നാളുകൾക്കും ശേഷമാണ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വേറൊന്നുമില്ല, ഞാനിപ്പോൾ ഗൾഫിൽ തന്നെ ഉണ്ട്, അബുദാബി എമിറേറ്റിലാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ കുറച്ച് കൃഷികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രവാസികൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവാസ ജീവിതം തുടരുന്ന എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ചൂടും ഇവിടുത്തെ ഒരു അവസ്ഥ. നമുക്ക് പുറത്ത് നിന്നാൽ ഒരു 2 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഫുള്ള് മെൽറ്റായി നമ്മുടെ ഫേസെല്ലാം ഫുള്ള് വിയർത്തൊലിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാനിവിടെ തുടങ്ങി വെച്ച എൻ്റെ ഒരു ചെറിയ കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ തുടർന്നും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവണം. ഇനി ഞാൻ നിങ്ങളെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ നിങ്ങളെ കുറച്ച് കാഴ്ചകൾ കാണിക്കാം. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇത് അനുകരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങി വെക്കുന്ന നമ്മുടെ കൃഷിത്തോട്ടങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്നൊരു ബലമുണ്ടല്ലോ, അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ബാ. ഞാനിവിടെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മളെ അടുത്ത വീട്ടിലെ കൂട്ടുകാരിയാണ് ഇങ്ങനെ എപ്പോഴും അന്വേഷിച്ച് വരും. രാവിലെ കൃഷിയൊക്കെ നോക്കാൻ വേണ്ടി വന്ന ടീമാണ്. എൻ്റെ കൃഷിത്തോട്ടത്തിലെ ചെറിയൊരു മത്തൻ്റെ കൃഷിയാണ്. അതിൻ്റെ കൂടെ തന്നെ കുമ്പളവും ഉണ്ട്. കുമ്പളത്തിൻ്റെ ഇല കാണുന്നവർക്ക് മനസ്സിലാവും കുമ്പളമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തണ്ണിമത്തൻ ചേട്ടനുമുണ്ട്. അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്ത് തന്നെ ഈന്തപ്പനയുടെ ഇല ഉള്ളതുകൊണ്ട് ഈ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ കുറച്ചൊക്കെ അവന് ഹെൽപ്പാണ് കേട്ടോ. മറ്റൊരു സൈഡിലേക്ക് വന്നാൽ കാണുന്ന കാഴ്ചയാണ് ഇത്. 10 മണി ചെടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കളകളും കയറി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും നല്ല സുഖമായിട്ട് കയറി വരുന്നൊരു ഐറ്റമാണിത്. എന്താ ചെയ്യാനാ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെണ്ടയാണ്. വെണ്ടത്തൈ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ മുല്ലച്ചെടിയുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ മുല്ലച്ചെടി ഉണ്ടായി കഴിയുമ്പോൾ. ഇവിടെ അടുത്തൊന്നും നിൽക്കാൻ വയ്യ, അതുപോലെ സ്മെല്ലാണ്. നല്ല രസമാണ്. നമ്മുടെ പഴയ ഒരു രീതിയിലുള്ള ഒരു ചെടിയാണിത്. നല്ല രസമാണ് ഇത് കാണാൻ. ഇത് ചെറിയൊരു തൈ നട്ടതാണ്. ഇതിപ്പോൾ നല്ല പടർന്ന് ഇത്രയായി. നമ്മുടെ വഴുതന എല്ലാം പൂവിട്ടിട്ടുണ്ട്. കുറേയൊക്കെ പറിച്ച് നമ്മൾ തോരനൊക്കെ വെച്ച് കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. അതുപോലെ കുറ്റിപ്പയറാണ് ഈ കാണുന്നത്. ഇതും കുറേ തോരനൊക്കെ വെച്ചു. പിന്നെ ഇപ്പോൾ ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു, ഇലയ്ക്കൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എങ്കിലും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക്. അതുപോലെ ഈ കാണുന്നതാണ് വെണ്ട കൃഷി. ഇതിൻ്റെ അടുത്ത് തന്നെ പാവലുമുണ്ട്. നമ്മളെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഈ ഒരു ഐറ്റം ഉള്ളതുകൊണ്ട് വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഇത് തന്നെ ശരണം. നല്ല ഈത്തപ്പനയുടെ കുറേ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഞാനിങ്ങനെ ഷെയ്ഡാക്കാനായിട്ട് ഉപയോഗിക്കും. ഷെയ്ഡാക്കി ഉപയോഗിക്കുന്നത് ഇതിങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ കുറ്റിയായിട്ട് 4 സൈഡ് നട്ട് ഇതിൻ്റെ അകത്ത് വാഴയാണ്, വാഴത്തൈ 2 എണ്ണം ഉണ്ട്. ഇത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സലാലയിൽ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന വാഴയാണിത്. നല്ല ചൂടായതുകൊണ്ട് എങ്ങനെ ആകുമെന്നൊന്നും അറിയത്തില്ല, എങ്കിലും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കപ്പ വെച്ചിട്ടുണ്ട്. ഒരു 2-3 കപ്പ മൂട് വെച്ചിട്ടുണ്ട്. അതും എങ്ങനെ ആകുമെന്നറിയില്ല, നോക്കാം നമുക്ക്. മുളകിൻ്റെ തൈയുണ്ട്. അതുപോലെ ഇവിടെയും കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട്. ഇത് കാണുന്നവർക്ക് ഇതിൻ്റെ ഇല കാണുമ്പോൾ മനസ്സിലാവും, ശംഖുപുഷ്പത്തിൻ്റെ ഇലയാണ്. ഇതും ഏകദേശം ഇത്രയായിട്ടുണ്ട്. ഒരു പൂ ഉണ്ടാവാറായിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇത് കാന്താരി മുളകിൻ്റെ ചെടിയാണ് പാകിയിരിക്കുന്നത്. അതുപോലെ മധുരക്കിഴങ്ങിൻ്റെ ആണ് ഈ കാണുന്നത്. ഇത്രയായിട്ടുണ്ട്. ചെറിയൊരു മധുരക്കിഴങ്ങിൽ നിന്നായതാണ് ഇത്രയും. കൃഷികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ. എല്ലാവരുടെയും വീട്ടിൽ വിഷരഹിതമായ
പച്ചക്കറികളൊക്കെ ഉൽപ്പാദിപ്പിച്ച് നല്ല ആരോഗ്യത്തോടെ എല്ലാവരും ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, താങ്ക് യു.